ഇടതുപക്ഷത്തിൽ കൊഴിഞ്ഞു പോക്കലുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം LDF ഉണ്ടായ കൂട്ടക്കൊഴിച്ചിലിന് കണക്കില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. നിരവധി പേരാണ് CPM വിട്ടുകൊണ്ട് തന്നെ BJP പാളയത്തിലേക്ക് മറുകണ്ഠം ചാടിയിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ 2026 ആകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു കൂട്ടക്കൊഴിച്ചിലാണ് ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമായിട്ട്, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് തന്നെ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ആലപ്പുഴയിൽ സംഭവിച്ച കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഏകദേശം 218ഓളം പേര് CPM വിട്ടുകൊണ്ട് കൂട്ടമായി BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ആലപ്പുഴയിൽ മാത്രമായിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിരവധി പേരാണ്. അതായത് ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിൽ നിന്നും കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകളാണ് ഇടതുപാളയത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രവർത്തകർ, നേതാക്കൾ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള കുടുംബങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കായാൽ പോലും വലിയൊരു കൂട്ടക്കൊഴിച്ചിലാണ് ഇടതുപക്ഷത്തിൽ നിന്നും കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. 400 പേരിൽ കൂടുതലെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്നും BJP-യിലേക്ക് കൂട്ടമായിട്ട് ആലപ്പുഴയിൽ നിന്ന് മാത്രമായിട്ട് ചേർന്നിട്ടുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് 218 പേർ കൂട്ടമായി CPM വിട്ട് BJP-യിലേക്ക് എത്തി എന്നുള്ള വാർത്ത. നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനമുള്ള ഇടതുപക്ഷ കോട്ട എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ എന്ന് പറയുന്നത്. ആ ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് BJP-ക്ക് 2024 ഉണ്ടായ ആ ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ അവിടെ നിർത്തിക്കൊണ്ട് BJP നടത്തിയ ഒരു പോരാട്ടം എല്ലാ അർത്ഥത്തിലും വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇടതുപക്ഷ പാളയത്തിൽ നിന്നുള്ള ഈ ഒരു കൂട്ടക്കൊഴിച്ചിൽ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും നിരവധി പേരാണ് ഇടതുപക്ഷത്തിൽ നിന്നും BJP-യിലേക്ക് കൂറുമാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിൽ നേതാക്കൾ ഉൾപ്പെടുന്നു, അതോടൊപ്പം തന്നെ യുവപ്രവർത്തകർ ഉൾപ്പെടുന്നു. പല പാർട്ടികളിൽ നിന്നും, ഈ പറയുന്ന ഇടതുപക്ഷ ചായ്വുള്ള പല പാർട്ടികളിൽ നിന്നും BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏത് തരത്തിൽ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് പോലും വലിയ തോതിലുള്ള അട്ടിമറി പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ശോഭ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരവധി പേര് ഇടതുപക്ഷത്തിൽ നിന്നും BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് പോലും അത് BJP-ക്ക് അനുകൂലമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും BJP-ക്ക് ഗുണകരമായി മാറുമോ, ഇടതുപക്ഷത്തിന് ദോഷകരമായി മാറുമോ, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കി തന്നെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെന്നെത്തുന്നത് UDF-ലേക്ക്, വലതുപക്ഷത്തിലേക്കല്ല, നേരെ മറിച്ച് അത് BJP പാളയത്തിലേക്കാണ് എന്നുള്ളതാണ് ഇതിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്.